അപ്പൊ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തു. യെസ്, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച എസ് സുകുമാരൻ പോറ്റി. ആരാ? എസ് സുകുമാരൻ പോറ്റി ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആണ്. ആരാണ്? കാർട്ടൂണിസ്റ്റ് ആണ്. നർമ്മ കൈരളി, കേരള കാർട്ടൂൺ അക്കാദമി എന്നിവയുടെ സ്ഥാപകനാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപകനാണ് കേട്ടോ. നർമ്മ കൈരളി, കേരള കാർട്ടൂൺ അക്കാദമി എന്നിവയുടെ സ്ഥാപകനാണ് ആര്? എസ് സുകുമാരൻ പോറ്റിച്ചേട്ടൻ. 1996 ഹാസ്യ സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. 1996 ഹാസ്യ സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങാനുള്ള പുസ്തകത്തിന്റെ പേരാണെന്ത്? സൗഖ്യം. കഷായം എന്ന പങ്ക്തി അദ്ദേഹത്തിന്റെയാണ്. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം സ്റ്റേറ്റ്മെന്റിന്. കാർട്ടൂണിസ്റ്റും നർമ്മരസങ്ങൾ എഴുതുന്ന എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം. കാർട്ടൂണിസ്റ്റ് മാത്രമല്ല, നർമ്മരസങ്ങൾ എഴുതുന്ന എഴുത്തുകാരനും കൂടിയായിരുന്നു അദ്ദേഹം എന്ന പോയിന്റ് കൂടി എന്ത് ചെയ്യാം, അതിലേക്ക് കൂട്ടിച്ചേർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ 2023 സെപ്റ്റംബറിൽ അന്തരിച്ച എസ് സുകുമാരൻ പോറ്റി ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാർട്ടൂൺ മേഖലയിലും നർമ്മരസങ്ങൾ എഴുതുന്നതിലും പ്രശസ്തനായ വ്യക്തിയാണ്. നർമ്മ കൈരളി ആരാണ് ആരംഭിച്ചത്? കേരള കാർട്ടൂൺ അക്കാദമി ആരാ ആരംഭിച്ചത്? അതെ, നമ്മുടെ സുകുമാരൻ പൊറ്റിച്ചേട്ടനാണ്. 1996 ഹാസ്യ സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങാനുള്ള പുസ്തകമാണ് സൗഖ്യം. കഷായം എന്ന പങ്ക്തി അദ്ദേഹത്തിന്റെ ആണ് കേട്ടോ. കാർട്ടൂണിസ്റ്റും നർമ്മരസങ്ങൾ എഴുതുന്ന എഴുത്തുകാരനും കൂടിയായിരുന്നു അദ്ദേഹം എന്ന പോയിന്റ് പുറത്തു കേട്ടോ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഇത്രയും പോയിന്റ് കൊടുത്തിട്ട് ആരാണ് വ്യക്തി ചോദിച്ചു കഴിഞ്ഞാല് അത് ഇദ്ദേഹമാണ്, സുകുമാരൻ പോറ്റിച്ചേട്ടനാണ് എന്ന് പഠിച്ചു. ഓക്കെ, യെസ്. അപ്പൊ അതങ്ങനെ. ഓക്കെ, യെസ്. ഇനി കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാന്നറിയാമോ? നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കമന്റ് ചെയ്യാം നിങ്ങൾ. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടി പത്മനാഭനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എസ് ടി പത്മനാഭനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പോ അതെന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകൾക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടി പത്മനാഭനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, അവിടെ പഠിച്ച് വെക്കാം. ഇനി ഭാവിയിലെ യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കാൻ, നടക്കാൻ പോകുന്ന യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രതന്ത്രം, സ്നേഹതന്ത്രം, യുദ്ധം എന്നിവയെ കുറിച്ച് പൗരാണിക കൃതികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സേനയിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? ഉദ്ബാവ്. എന്താണ്? ഉദ്ബാവ്. ഇനി യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ രാഷ്ട്രതന്ത്രം, സ്നേഹതന്ത്രം, യുദ്ധം എന്നിവയെ കുറിച്ച് പൗരാണിക കൃതികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സേനയിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ബാവ് എന്ന് പഠിച്ച് വെക്കാം. ഓക്കെ, ഉദ്ബാവ്. തദ്ദേശീയമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് ഓൺലൈൻ വിപണിയിൽ ലഭ്യമാക്കുന്ന കേരള കാർഷിക വകുപ്പിന്റെ ബ്രാൻഡാണ് കേരൾ അഗ്രോ. എന്താണ്? തദ്ദേശീയമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് ഓൺലൈൻ വിപണിയിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ വകുപ്പിന്റെ പേരാണ് എന്തെന്ന് പഠിച്ചു വെക്കാം? കേരൾ അഗ്രോ എന്ന് പഠിച്ചു കേട്ടോ. കേരൾ അഗ്രോ. ഇങ്ങനെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ പോയിന്റുകളാണ് നമ്മൾ പഠിക്കുക കേട്ടോ. ഇതൊക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഏകദേശം ജൂൺ 1 തുടങ്ങുന്ന ടോപ്പിക് വൈസ് റിവിഷനിലേക്ക് ഉൾപ്പെടുത്തി അതും കൂടി അങ്ങ് സെറ്റ് ആക്കുമ്പോൾ എന്താവും, കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോ നമ്മൾ എന്താണ്, നമ്മുടെ മിലിറ്ററി എക്സസൈസ് കാര്യങ്ങൾ പറയുന്നുണ്ട്, അവിടെ ഈ പോയിന്റ് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, വിവിധ പദ്ധതികൾ പഠിക്കുന്നുണ്ട്, അവിടെ നമ്മൾ ഈ പോയിന്റ് കവർ ചെയ്യും. അവാർഡുകൾ പഠിക്കുമ്പോൾ ഈ പോയിന്റ് നമ്മൾ അവിടെ കവർ ചെയ്യും. ഓക്കെ, വിയോഗങ്ങൾ പഠിക്കുമ്പോൾ ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ റിവിഷൻ ചെയ്യും.
ആയിരിക്കും അവിടെ കൂടുതൽ റിവിഷൻ ചെയ്യുക, ഇവിടെ ഉള്ളതിന്റെ റിവിഷനും നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം. അപ്പൊ രണ്ടും കൂടി ആവുമ്പോ നമ്മളെ സെറ്റ് ആക്കും ഇല്ലേ? യെസ്, ഓക്കെ. ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഇരിക്കുക കേട്ടാ. ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഇരിക്കുക. നമുക്ക് കട്ടൻ ചായക്കൊപ്പം കറണ്ട് അഫയേഴ്സ് അടിച്ചെടുക്കാം കേട്ടാ. പിന്നെ അത് മാത്രമല്ല, ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഒരു ക്ലാസ് ആണ് ഡെയിലി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചില ദിവസങ്ങളിൽ നമുക്ക് 2 ക്ലാസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ദിവസം ഇന്നാണ്. ഇന്ന് രാത്രി 8 മണിക്ക്, 8 മണി 8:30 കേട്ടോ. അത് ഞാൻ ഒന്നും കൂടെ കൺഫേം ചെയ്തിട്ട് പറയാം. 8 മണിക്ക് തന്നെ ചെയ്യാം. മോസ്റ്റ്ലി നമുക്ക് 8 മണിക്ക് തന്നെ ചെയ്യാം. എന്താണ്? സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഇന്ന് വൈകിട്ട് 8 മണിക്ക് ഉണ്ട് കേട്ടോ. രാത്രി ക്ലാസ് ചില ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ, ഇന്നുണ്ട് കേട്ടോ. ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ 2023-24 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഏഷ്യൻ ഗെയിംസ് ഇല്ലാത്ത ചോദ്യ പേപ്പർ ഇല്ല. അപ്പൊ ഏഷ്യൻ ഗെയിംസ് നമുക്ക് കീറി മുറിച്ച് എന്ത് ചെയ്യാം? ഇന്ന് രാത്രി ക്ലാസ്സിൽ സെറ്റ് ആക്കാം കേട്ടോ. യെസ്, അങ്ങനെ ചില ദിവസങ്ങളിൽ നമുക്ക് എന്താണ് 2 ക്ലാസ്സും ഉണ്ടാവും. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ എന്താണ് രാവിലെ 7:30 ഉണ്ട് കേട്ടോ. ഓക്കെ. യെസ്, ചില ദിവസങ്ങളിൽ രാത്രി ക്ലാസ് നമ്മള് ചെയ്യും. സെറ്റ് അല്ലേ? യെസ്. പിന്നെ എക്സാം അടുപ്പിച്ച് ക്ലാസ്സുകൾ ചെറ പറയാന്നുണ്ടാവും, റിവിഷനുകൾ ഉണ്ടാവും. ഓക്കെ. അങ്ങനെ പഠിച്ചത് നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ള രൂപത്തില് നമ്മൾ സെറ്റാക്കി പോകട്ടോ. യെസ്. ഇനി ഇന്ത്യൻ സേന നിർമ്മിച്ച ആദ്യ വിവിധോദ്ദേശ യുദ്ധ ഹെലികോപ്റ്ററുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രചണ്ഡ് എന്ന് പഠിച്ചു. പ്രചണ്ഡ് എന്താണ്? ഇന്ത്യൻ സേന നിർമ്മിച്ച ആദ്യ വിവിധോദ്ദേശ യുദ്ധ ഹെലികോപ്റ്ററിന്റെ പേര് പ്രചണ്ഡ്. നേരത്തെ ധ്രുവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ധ്രുവ്, രുദ്ര എന്നീ പേരിലുള്ള ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററുകൾ സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം ഇപ്പൊ വന്നതാണ് എന്ത്? ഇന്ത്യൻ സേന നിർമ്മിച്ച ആദ്യ വിവിധോദ്ദേശ യുദ്ധ ഹെലികോപ്റ്ററിന്റെ പേര് പ്രചണ്ഡ് എന്ന് പഠിച്ചു കൊടുക്കാം. ഓക്കെ, പ്രചണ്ഡ്. ഓക്കെ, പ്രചണ്ഡ്. ആരൊക്കെയോ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കുന്നു. iOS-ല് ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. സ്ക്രീൻഷോട്ട് കിട്ടൂല. നിങ്ങൾ എന്ത് ചെയ്യാം? PDF ഉണ്ടാവും കേട്ടോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം PDF ഉണ്ടാവും. ഓക്കെ, ക്ലാസ്സിൽ നിന്ന് തന്നെ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ PDF ഉണ്ടാവും കേട്ടോ. അപ്പൊ പ്രചണ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യുദ്ധ ഹെലികോപ്റ്റർ ആണ് എന്ന് പഠിച്ച് വെക്കാം കേട്ടോ. ഓക്കെ. യെസ്, ധ്രുവ്, രുദ്ര എന്നീ പേരിലുള്ള ഹെലികോപ്റ്ററുകൾ മുമ്പ് വന്നിരുന്നു. അതിനുശേഷം വന്നതാണ് പ്രചണ്ഡ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. പ്രചണ്ഡ് കേട്ടോ. കേരളത്തിലെ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാദർ കമ്മീഷൻ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഏതാണ്? ഖാദർ കമ്മീഷൻ. യെസ്, കേരളത്തിലെ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഖാദർ കമ്മീഷൻ ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഖാദർ കമ്മീഷൻ. രാജ്യത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വികസനത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിന്റെ പേര് സങ്കൽപ് സപ്താഹ് എന്ന് വിളിച്ചു. എന്താണ്? സങ്കൽപ്പും സപ്താഹും. ഓക്കെ. യെസ്, അപ്പൊ രാജ്യത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വികസനത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിന്റെ പേര് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വികസനത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഏതെന്ന് പഠിച്ചു വെക്കാം. യെസ്, അതെ, സങ്കൽപ് സപ്താഹ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, കാർട്ടൂണിസ്റ്റ് എന്ന് പറയുന്ന മേഖലയിൽ അല്ലാതെ നമ്മുടെ സുകുമാരൻ പൊറ്റി വേറെ ഏത് മേഖലയിലായിരുന്നു പ്രശസ്തനായിരുന്നത്? കാർട്ടൂണിസ്റ്റ് ആണ് ഓൾറെഡി. പിന്നെ നർമ്മരസങ്ങൾ എഴുതുന്ന എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം അല്ലെ. അദ്ദേഹത്തിന്റെ പംക്തിയുടെ പേരാണ് എന്തേ? ചാരായം, കഷായം, മരുന്ന്, പിന്നെ വേറെന്തെങ്കിലും. ഏതാ? യെസ്, പംക്തിയുടെ പേര് കഷായാണ് അല്ലെ. അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങാനുള്ള പുസ്തകം ഏതാണ് നമ്മൾ പഠിച്ചു? സൗഖ്യമാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. സൗഖ്യം എന്ന് നമ്മൾ പഠിച്ചു. ഭാവിയിലെ യുദ്ധങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രാഷ്ട്രതന്ത്രം, സ്നേഹതന്ത്രം, യുദ്ധമൊക്കെ ഇതൊക്കെ പൗരാണിക പാഠങ്ങളിൽ നിന്ന്, കൃതികളിൽ നിന്ന് ഉൾക്കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സേനയിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്തായിരുന്നു? ഉദ്ഭാവ് അല്ലെ. ഇനി തദ്ദേശീയമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് ഓൺലൈൻ വിപണിയിൽ എത്തിക്കുന്ന കാർഷിക വകുപ്പിന്റെ പദ്ധതി. ഓക്കെ, തദ്ദേശീയമായി ഉണ്ടാക്കുന്നതൊക്കെ ബ്രാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ബ്രാൻഡിങ് ആണല്ലോ ഏറ്റവും മെയിൻ അല്ലെ. അത് പിന്നെ ബ്രാൻഡ് ചെയ്തിട്ട് വിപണിയിൽ എത്തിക്കുന്ന പദ്ധതിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്? കേരൾ അഗ്രോ എന്ന് പഠിച്ചു വെക്കാം. ഒരു യുദ്ധ ഹെലികോപ്റ്റർ പുതുതായിട്ട് വന്നു. അതേതാണോ നമ്മൾ പഠിച്ചത്? യുദ്ധ ഹെലികോപ്റ്റർ. യെസ്, അത് പ്രചണ്ഡ് ആണ് നമ്മൾ പഠിച്ചു. കേരളത്തിലെ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ
ശുപാർശ ചെയ്ത കമ്മീഷൻ ഖാദർ കമ്മീഷനാണ്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വികസനത്തിനായിട്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സങ്കൽപ് സപ്താഹ് എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റും നമ്മൾ ക്ലാസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു 5-8 പ്രാവശ്യമെങ്കിലും റിവിഷൻ ചെയ്യും. അങ്ങനെ നമ്മൾ സെറ്റ് ആക്കും കേട്ടോ. യെസ്, അതിപ്പോ ഓർമ്മയുണ്ടാവും. നാളെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 7:30 ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു 7 മണി മുതലേ 7:30 വരെ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടിട്ട് സ്പെൻഡ് ചെയ്താൽ മതി കേട്ടോ. അരമണിക്കൂറെ പഠിക്കാൻ വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യണേ. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ R21 മെട്രിക്സ് MT1 TM എന്ന് പറഞ്ഞ ട്രേഡ് മാർക്ക് എന്നുള്ളതാണ്. R21 മെട്രിക്സ് M എന്ന വാക്സിൻ ഏത് രോഗത്തിനുള്ളതാണ് എന്ന് ചോദിച്ചു. ഏത് രോഗത്തിനുള്ളതാണ്? മലേറിയ രോഗത്തിനുള്ളതാണ് കേട്ടോ. യെസ്, മലേറിയ രോഗത്തിനുള്ളതാണ്. ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓക്സ്ഫോർഡ് സർവകലാശാല, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായിട്ടാണ് സഹകരിച്ചിട്ടാണ് വാക്സിൻ വികസിപ്പിച്ചത് കേട്ടോ. ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്സ്ഫോർഡ് സർവകലാശാല. ഓക്കെ, യെസ്, ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്സ്ഫോർഡ് സർവകലാശാല, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായിട്ടാണ് ടൈപ്പ് ആയിട്ടാണ് ഈ വാക്സിൻ വികസിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്സ്ഫോർഡും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് മലേറിയക്കുള്ള R21 മെട്രിക്സ് M എന്ന് പറയുന്ന വാക്സിൻ വികസിപ്പിച്ചിട്ടുള്ളത്. LPUP-ക്കാരെ ഒന്നും കൂടി അടിവരയിട്ട് പഠിക്കുക കേട്ടോ. LDC-ക്കാര് വായിച്ച് പഠിച്ചു പോകുക, LPUP-ക്കാര് ഒന്നും കൂടി അടിവരയിട്ട് പഠിക്കുക. ഓക്കെ, യെസ്. അപ്പൊ ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ വാക്സിൻ ആണ് എന്റെ R21 മെട്രിക്സ് M. അത് ഏത് രോഗത്തിനെതിരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലേറിയക്കെതിരെയാന്ന് പഠിച്ചു നോക്കാം. ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്സ്ഫോർഡ് സർവകലാശാലയും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ വാക്സിൻ പുറത്തിറക്കിയത് എന്നും പഠിച്ചു നോക്കാം കേട്ടോ. യെസ്, ഓക്കെ, യെസ്. അതായത് നാട്ടുകാർ മൊത്തം ഒരാൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അയാൾക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി ഭ്രാന്താവും എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എല്ലാരും എന്താണ് കലാ, സാഹിത്യം, സാംസ്കാരികം എന്ന് തുടങ്ങിയ മേഖലയിലെ സമഗ്ര സംഭാവനകളെ കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ടി പത്മനാഭൻ എന്ന് കമന്റ് ചെയ്തപ്പോൾ ഞാനും കൺഫ്യൂഷനായി. അങ്ങനെ പറഞ്ഞു. പക്ഷെ ഉത്തരം NT വാസുദേവൻ നായരാണ്. പാരലലി ഞാനത് നോക്കുകയായിരുന്നു കേട്ടോ. ഒരാളെങ്കിലും MT പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതെന്താണ് യെസ് എനിക്ക് ഡൗട്ട് വന്നു എന്ന് പറഞ്ഞ. പക്ഷെ ഇത് എല്ലാരും കൂടി ഈ പറഞ്ഞ ടി പത്മനാഭനെ പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു? യെസ്, ഞാന് കൺഫ്യൂഷൻ ആയിപ്പോയി. പക്ഷെ ഞാൻ പാരലലി നോക്കുന്നുണ്ടായിരുന്നു. പത്രവാർത്ത കട്ടിങ് തിരുവനന്തപുരം. ഓക്കെ, ഈ വർഷത്തെ നിയമസഭാ അവാർഡ് 2023 മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്കാണ്. തിരുത്തുന്നു കേട്ടോ. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള നിയമസഭാ പുരസ്കാരം MT വാസുദേവൻ നായർക്കാണ് എന്ന് പഠിച്ചു കേട്ടോ. ഓക്കെ, നിയമസഭാ പുരസ്കാരം MT വാസുദേവൻ നായർക്കാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അശോകൻ ചെരുവിൽ ഏതായാലും ഒരു വഴിക്ക് പോലെ ഒരു കുറച്ച് അഡീഷണൽ പോയിന്റ് കൂടി പഠിക്കാം. അശോകൻ ചെരുവിൽ കേട്ടിട്ടില്ലേ? പിന്നെ പ്രിയ കെ നായർ. ആരാ ഇതൊക്കെ? പ്രിയ കെ നായർ. യെസ്, നിയമസഭാ സെക്രട്ടറി AM ബഷീർ. നിയമസഭാ സെക്രട്ടറി ആരാണ്? AM ബഷീർ. യെസ്, എന്നിവരടങ്ങിയ പാനലാണ് ഇത് തീരുമാനിച്ചത് കേട്ടോ. അശോകൻ ചെരുവിലും പ്രിയ കെ നായരും നിയമസഭാ സെക്രട്ടറി ആണ് കേട്ടോ. ഇദ്ദേഹം നിയമസഭാ സെക്രട്ടറി ആണ്. AM ബഷീറെ അവരടങ്ങിയ പാനലാണ് എന്ത് ചെയ്തത്? ഇത് തീരുമാനിച്ചത് MT വാസുദേവൻ നായർക്കാണെന്നുള്ളത് കേട്ടോ. ടി പത്മനാഭൻ അല്ല, MT വാസുദേവൻ നായർക്കാണ് നിയമസഭാ പുരസ്കാരം ലഭിച്ചത്. ഞാൻ തിരുത്തി കേട്ടോ. യെസ്, അങ്ങനെ തിരുത്തലുകളൊക്കെ ഉണ്ടാവും കറണ്ട് അഫയേഴ്സ് പ്രത്യേകിച്ചും. യെസ്, കാരണം കൺഫ്യൂഷൻസ് വരുന്ന സാധനമാണ്. നമ്മൾ നേരത്തെ കുട്ടി കാണുന്നതല്ല, അപ്പൊ കാണുന്ന മെറ്റീരിയലിലുള്ള കണ്ടന്റുകളാണ് ചിലപ്പോൾ എടുക്കുക. അപ്പൊ കൺഫ്യൂഷൻസ് വരും. മെറ്റീരിയലുകളിൽ ഒരുപാട് തെറ്റുകൾ വരാറുണ്ട്. അപ്പൊ സംശയം വന്നത് ക്ലിയർ ചെയ്ത് തന്നെ പഠിച്ചു പോകാം കേട്ടോ. പിന്നെ പഠിക്കുന്ന സമയത്ത് അപ്ഡേഷൻസ് ഉണ്ടാവും. പരമാവധി എല്ലാം അപ്ഡേറ്റ് ചെയ്താണ് നമ്മൾ പോവാ. പക്ഷെ മനുഷ്യ സഹജമായി പിന്നെ എന്താണ് വരുന്ന അപ്ഡേഷൻസ് ചിലപ്പോ വിട്ടുപോകുന്ന അപ്ഡേഷൻസ് നമ്മൾ ഒന്നിച്ച് സെറ്റാക്കി പോകും കേട്ടോ. യെസ്, അതെ 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 ഉണ്ടായിരുന്നു. എന്നെ ആൻസർ ചെയ്തായിരുന്നു. പക്ഷെ എല്ലാവരും ഞാൻ അപ്പൊ അങ്ങനെ ചായ കുടിച്ചോ? എനിക്ക് ഇന്ന് കട്ടൻ കിട്ടിയില്ല.
യെസ്, വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്. 2022 ടി പത്മനാഭന് കിട്ടിയിരുന്നത് അല്ലെ. യെസ്, അപ്പൊ ഒരു കറക്ഷൻ തെറ്റിയതുകൊണ്ട് ഇപ്പൊ ഇത്രയും പോയിന്റ് കിട്ടിയില്ലേ. 2022 ടി പത്മനാഭന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യത്തെ നിയമസഭാ പുരസ്കാരമാണ് 2022 ടി പത്മനാഭന് കിട്ടിയത്. 2023 എം ടി വാസുദേവൻ നായർക്കാണ് എന്ന പോയിന്റ് കൂടെ പഠിച്ചു കഴിഞ്ഞാലേ സെറ്റ്. ഓക്കെ അല്ലേ? അങ്ങനെ. അപ്പോ ഐ റിപ്പീറ്റ്, ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, കറണ്ട് അഫയേഴ്സ് നമ്മളെ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ അഡീഷണൽ ക്ലാസിന്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുക കേട്ടോ. യെസ്, അപ്പൊ ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾ വാട്സ്ആപ്പ് നമ്പറിൽ, ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർ ചങ്കുകൾ ആരെങ്കിലും കറണ്ട് അഫയേഴ്സിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൂട്ടിക്കോളൂ, ഈ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞാൽ മതി. യെസ്, ഓക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ, അപ്പൊ അത് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കിൻഫ്രയുടെ ആദ്യത്തെ സ്പൈസ് പാർക്ക് നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ്? കിൻഫ്രയുടെ ആദ്യത്തെ സ്പൈസ് പാർക്ക് വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു. യെസ്, കിൻഫ്രയുടെ ആദ്യത്തെ സ്പൈസ് പാർക്ക് വരുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, ഇടുക്കിയാണ് കേട്ടോ. വീണ്ടും നിങ്ങൾ കൺഫ്യൂഷൻ ആക്കല്ലേ. ഇടുക്കിയിലെ തുടങ്ങനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. തുടങ്ങനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കിൻഫ്രയുടെ ആദ്യത്തെ സ്പൈസ് പാർക്ക് നിലവിൽ വരുന്നത്. തുടങ്ങനാടാണ്. യെസ്, ഇടുക്കിയാണ് എന്ന് പഠിച്ചു കേട്ടോ. തുടങ്ങനാട് ഇടുക്കിയാണ്. കിൻഫ്രയുടെ ആദ്യത്തെ സ്പൈസ് പാർക്ക് വരുന്നത് ഇടുക്കി ജില്ലയിലെ തുടങ്ങനാട് എന്ന് പഠിച്ചു കേട്ടോ. യെസ്, തുടങ്ങനാട് എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ അതൊക്കെ അല്ലേ? അപ്പൊ റിവിഷൻ ആണ് നമ്മുടെ മെയിൻ. യെസ്, അത് നമ്മൾ സെറ്റ് ആക്കിയേ പോവുള്ളൂ. അപ്പൊ സൗഖ്യം എന്ന് പറയുന്നത് ആരുടെ പുറത്തിറങ്ങാനുള്ള പുസ്തകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെ പുറത്തിറങ്ങാനുള്ള പുസ്തകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എസ് സുകുമാരൻ പോറ്റിച്ചേട്ടന്റെയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലയുടെ സമഗ്ര സംഭാവനകളെ 2023 നിയമസഭാ പുരസ്കാരം 23 അടിവരയിടുന്നു. 23 നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാം? യെസ്, അതെ, എം ടി വാസുദേവൻ നായർക്കാണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ടി പത്മനാഭനെ 2022 കിട്ടിയിരുന്നത് അല്ലെ. ഇനി ഭാവിയിലെ യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കാൻ രാഷ്ട്രതന്ത്രം, സ്നേഹതന്ത്രം, യുദ്ധം എന്നിവയെ കുറിച്ച് പൗരാണിക കൃതികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സേനയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ, ഉദ്ഭാവ് എന്ന് പഠിച്ചു കേട്ടോ. തദ്ദേശീയമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് ഓൺലൈൻ വിപണിയിൽ ലഭ്യമാക്കുന്നതിനായിട്ട് കേരള കാർഷിക വകുപ്പിന്റെ ബ്രാൻഡിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരൾ അഗ്രോ എന്ന് പഠിച്ചു നോക്കാം. കേരളത്തിലെ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ, ഖാദർ കമ്മീഷനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. രാജ്യത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വികസനത്തിനായിട്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ, സങ്കൽപ് സപ്താഹ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചതാണ്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ R21 മെട്രിക്സ് എന്ന് പറയുന്ന വാക്സിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മലേറിയക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. കിൻഫ്രയുടെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് വരുന്നത് ഇടുക്കി ജില്ലയിലെ തുടങ്ങനാടാണ് എന്നുള്ളതും നമ്മൾ തുടങ്ങി വെച്ച കാര്യമാണ്. നോബൽ സമ്മാനം നമുക്ക് വിശദമായി പഠിച്ചാലോ? 2023 നോബൽ പുരസ്കാരങ്ങൾ. ഒരു ചോദ്യം ഇവിടെ നിന്ന് വരട്ടെ അല്ലെ. എല്ലാ പരീക്ഷയിലും നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ഓക്കെ, അവരേത് രാജ്യക്കാരനാണ്? യെസ്, അദ്ദേഹം എന്ത് കണ്ടുപിടുത്തത്തിനാണ് ആ പുരസ്കാരം പിന്നെ ആ അവാർഡ് ലഭിക്കാൻ, നോബൽ പുരസ്കാരം ലഭിക്കാൻ കാരണമായത് എന്നൊക്കെ പറഞ്ഞിട്ട് യെസ് സ്ഥിരമായി ചോദിക്കാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് വിശദമായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. 2023 വൈദ്യശാസ്ത്രത്തിൽ നൊബൽ സമ്മാനം ലഭിച്ചത് കാറ്റലിൻ കരിക്കോ ആൻഡ് ഡ്രൂ വെയ്സ്മാൻ ആണ്. വെയ്സ്മാൻ. ഓക്കെ, യെസ്, വെയ്സ്മാനും
അതുപോലെ തന്നെ ഖരിഖോയും എന്തിനാണ് COVID-19-എതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കാരത്തെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. ഓക്കെ, അപ്പൊ വൈദ്യശാസ്ത്ര പുരസ്കാരം നേടുന്ന 13ാമത്തെ വനിതയാണ് കാറ്റലിൻ കരിക്കോ. 13ാമത്തെ വനിത. അപ്പൊ വൈദ്യശാസ്ത്രമാണ് അല്ലെ? യെസ്, കോവിഡ് വന്നേ വൈദ്യശാസ്ത്രം. കോവിഡ് വന്ന് ചികിത്സിക്കുകയാണ് ആരെ? യെസ്, കോവിഡ് വന്ന് ഭയങ്കര ക്ഷീണായി. ഒരു വയസ്സായ ആളാണ്, വൈസ്മാൻ. ഓക്കെ, കോവിഡ് വന്ന് അയാൾക്ക് ക്ഷീണമായപ്പോ അയാളെ ഒരു കരിക്കിട്ട് കുടിച്ചു. അപ്പോ ആണ് നോബൽ സമ്മാനം കൊടുത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? വൈദ്യശാസ്ത്രം എന്ന് കിട്ടുമ്പോ തന്നെ കോവിഡ് ആണെന്ന് കിട്ടണം. വൈദ്യശാസ്ത്രം കോവിഡിനെതിരെയുള്ള ഫലപ്രദമായ mRNA വാക്സിൻ കണ്ടുപിടിക്കാനാണ് കേട്ടോ. ആരാ കണ്ടുപിടിച്ചത്? ഒരു വയസ്സായ ആളാണ്. വയസ്സായ ആള് കോവിഡ് വന്നപ്പോ ക്ഷീണം വന്നപ്പോ കരിക്കിട്ട് കുടിച്ചു കേട്ടോ. അപ്പൊ വയസ്സനും കരിക്കും, വയസ്സൻ കരിക്കേ എന്ന് പഠിച്ചു വെക്കാം, രണ്ടുപേര് കേട്ടോ. സെറ്റാണോ? വയസ്സനാ, വൈസ്മാൻ, വയസ്സായ ഒരാളാണ്. ഓക്കെ, വൈസ്മാനും കരിക്കും. വയസ്സായ ഒരാള് കരിക്കിട്ട് കുടിച്ചു. ഓക്കെ, എന്തിന്? കോവിഡ് വന്നപ്പോ ക്ഷീണം വന്നപ്പോ വൈദ്യശാസ്ത്രം. അപ്പോ അത് കിട്ടിക്കോളും. കിട്ടൂലേ? വൈദ്യശാസ്ത്രത്തിലെ നോബൽ സമ്മാനം ഇനി PSC ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടൂലേ? കിട്ടണം കേട്ടാ. യെസ്, ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ഫിസിക്സില്. ഓക്കെ, ഫിസിക്സിലെ നോബൽ സമ്മാനം പിറെ അഗസ്റ്റോണി, ഫെറങ്ക് ക്രൗസ്ക്, അന്ന എൽ ക്വീലൻ. കുറച്ച് ബുദ്ധിമുട്ടാണ്. യെസ്, എന്താണ്? ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠിക്കുന്നതിനായിട്ട് പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികളുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്ക്. അപ്പൊ ഇലക്ട്രോൺ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് എന്ത് ചോദിച്ചേക്കാം? അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മകമായ രീതികളുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് എന്നും ചോദിച്ചേക്കാം. ഓക്കെ, യെസ്. ഇനി അവർ രൂപപ്പെടുത്തിയ പരീക്ഷണങ്ങൾ ആറ്റോ സെക്കൻഡ് തലത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു കേട്ടോ. പ്രകാശ സ്പന്ദനങ്ങൾ എന്നോ ഇലക്ട്രോൺ ഡൈനാമിക്സ് എന്നോ അതുപോലെ തന്നെ പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ എന്നോ എന്താണ് ചോദിച്ചേക്കാം. അതൊക്കെ ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. പിന്നെ ഇവരെ എങ്ങനെ പഠിക്കാൻ പറ്റും? പിറെ അഗസ്റ്റോണി, ഫെറൻസ്, പിന്നെ എന്താണ് അന്നെ എൽ ബീസർ. ഓക്കെ, യെസ്. അന്ന ഫ്രാൻസിലേക്ക് ഓഗസ്റ്റിൽ പോയി ഫിസിക്സ് പഠിക്കാൻ വേണ്ടി എന്ന് കണക്ട് ചെയ്തുകൂടെ വേണമെങ്കിൽ. അന്ന ഫിസിക്സ് പഠിക്കാൻ ഫ്രാൻസിലേക്ക് പോയി. ഏത് മാസം? നല്ല കാലാവസ്ഥ, ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റിൽ പോയി കേട്ടാ. അപ്പൊ അന്ന ഫ്രാൻസ് ഓഗസ്റ്റിലെ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി പോയി എന്നുള്ളത് കണക്ട് ചെയ്യട്ടോ. അന്ന ഫ്രാൻസിലെ ഫിസിക്സ് പഠിക്കാൻ ഓഗസ്റ്റിലാണ് പോയത് എന്ന് പഠിച്ച് കൊടുക്കാം കേട്ടോ. യെസ്, അപ്പോ ആരാ കരിക്കിട്ട് കുടിച്ചേ? വയസ്സായ ഒരാള്. അഗസ്റ്റോണി, കരിക്കോ, വൈദ്യശാസ്ത്രം, കോവിഡ്, അത് സെറ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇലക്ട്രോൺ ഡൈനാമിക്സ്, ഈ പറയുന്ന ആറ്റോ സെക്കൻഡ് പൾസ്, അത് പ്രകാശ സ്പന്ദനങ്ങൾ, അതൊന്ന് പഠിച്ചു വെക്കണം. ഫിസിക്സ് പഠിക്കാനാണ് അന്ന ഫ്രാൻസിൽ പോയത് ഓഗസ്റ്റ് മാസം. അത് എന്താണ് അവിടെ സെറ്റായി കിട്ടിക്കോളും. ബാക്കി ഓപ്ഷനകത്തൊന്ന് ക്രാക്ക് കിട്ടൂലേ? യെസ്. അപ്പൊ ഭൗതിക ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ? കിട്ടൂലേ? യെസ്. ഇത് ഓപ്ഷനിൽ ബാക്കിയുള്ള പിന്നെന്താണ് സബ്ജക്റ്റിൽ നിന്നുള്ള നോബൽ സമ്മാനമൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ അത് അവിടെ കിട്ടണം കേട്ടോ. യെസ്. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ, രസതന്ത്രത്തിലേക്ക് പോകുമ്പോൾ ക്വാണ്ടം ഡോട്ടുകൾ PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ക്വാണ്ടം ഡോട്ടുകളുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. രസതന്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയത് മൗഗ്ലി ബവൻഡി, ലൂയിസ് ഇബ്രസ്, അലക്സി എക്കിമോവ്. ഓക്കെ, യെസ്. എന്താണ്? യെസ്, കെമിസ്ട്രി അല്ലേ. അപ്പൊ എന്തൊക്കെ കെമിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? ഓർത്തു വെക്കണം. എന്താ സംഭവം എന്നറിയാം? യെസ്, ഇതെന്താ സംഭവം എന്നറിയാം? മൗഗ്ലിക്ക് എക്കിള് വന്നു. എന്താണ്? മൗഗ്ലിക്ക് എക്കിള് വന്നു. അപ്പൊ എന്ത് ചെയ്തെന്നറിയോ? കെമിക്കൽ കുറച്ചൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒന്ന് ബ്രഷ് ചെയ്തു, എക്കിള് മാറി.
ഓക്കെ യെസ് കെമിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് കിട്ടണല്ലോ. യെസ് അതില് ഈ പിന്നെ എന്താണ് കെമിക്കലിൽ കുറെ ഡോട്ടുകളും വെച്ചായിരുന്നു, ക്വാണ്ടം ഡോട്ടുകൾ. ബാക്കി കൂടുതലൊന്നും ആലോചിക്കേണ്ട, ക്വാണ്ടം ഡോട്ടുകൾ കേട്ടോ, ഡോട്ടുകൾ ഉള്ളത് കേട്ടോ. 1, 2, 3 യെസ് മീൻ പിടിക്കുന്ന പണ്ടത്തെ പരസ്യാർത്ഥങ്ങൾ ഓർമ്മ വന്നു. അപ്പൊ ഡോട്ടുകൾ ക്വാണ്ടം ഡോട്ടുകളുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്, രസതന്ത്രത്തിലാണ് പുരസ്കാരം. എന്താ സംഭവം? മൗഗ്ലിക്ക് എക്കിള് വന്നു, പിന്നെന്താണ് കെമിക്കല് കൂട്ടിച്ചിട്ട് പിന്നെ ബ്രഷ് ചെയ്തപ്പോ എന്തായി, എക്കിള് മാറി കേട്ടാ. യെസ് അപ്പൊ മൗഗ്ലി, എക്കിള്, ബ്രഷ്, കെമിസ്ട്രി, ക്വാണ്ടം ഡോട്ട് എന്നുള്ളത് ഒരു കുടക്കീഴിൽ കിട്ടണം. വയസ്സായ ആള് കരിക്കുടിച്ചു കോവിഡിനെതിരെ വൈദ്യശാസ്ത്രം. ഓക്കെ അന്ന ഫ്രാൻസിലേക്ക് ഓഗസ്റ്റ് മാസത്തിലാണ് ഫിസിക്സ് പഠിക്കാൻ വേണ്ടി പോയത്. മൗഗ്ലിക്ക് എക്കിള് വന്നപ്പോ എന്താണ് കെമിക്കല് കൂട്ടിയിട്ട് ക്വാണ്ടം ഡോട്ട് കൂട്ടിയിട്ട് ബ്രഷ് ചെയ്തപ്പോ എക്കിള് മാറി കേട്ടാ. യെസ് അപ്പൊ 3 സെറ്റ്. വൈദ്യശാസ്ത്രം, രസതന്ത്രം, ഭൗതിക ശാസ്ത്രം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, തെറ്റൂലെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ? ഇനി സമാധാനത്തിന്, സമാധാനം ഒരാളെ ഉള്ളൂ, വളരെ സമാധാനം അല്ലെ. നമുക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസിനേക്കാളും സമാധാനം ഒരാളുണ്ടാകുമ്പോഴാണ്, നർഗീസ് മുഹമ്മദി. ഓക്കെ യെസ് സമാധാനം പഠിക്കാൻ എളുപ്പമാണല്ലോ. യെസ് നോക്കിയേ നിങ്ങളെ, സമാധാനം കേട്ടോ, നർഗീസ് മുഹമ്മദി കിട്ടൂലേ? ഇപ്പൊ ഉണ്ടായതാണേ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓറായോ ഇല്ലല്ലോ. അപ്പൊ സമാധാനം, നർഗീസ് മുഹമ്മദി ഇറാൻ മാധ്യമ പ്രവർത്തകയാണ്. ഓക്കെ ഇറാൻ മാധ്യമ പ്രവർത്തകയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് കേട്ടോ. സമാധാനത്തിൽ നോബൽ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ ഇറാനിയൻ വനിതയാണ്. സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ആദ്യ ഇറാനിയൻ വനിതയാരാണ്? ഷിറിൻ ഇബാദി എന്ന് പഠിച്ചു. 2003 വലിയ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. 2003 ഷിറിൻ ഇബാദി. അപ്പൊ സമാധാനത്തിനുള്ള പുരസ്കാരം സമാധാനം കേട്ടോ, നർഗീസ് മുഹമ്മദി. ബാക്കി ഓപ്ഷൻ അത് കിട്ടും. ഇറാൻ മാധ്യമ പ്രവർത്തകയാണ് എന്ന്. അപ്പൊ വയസ്സായ ആളെ കരിക്ക് കുടിച്ചു കോവിഡിനെതിരെ വൈദ്യശാസ്ത്രം. അന്ന ഫ്രാൻസിലേക്ക് ഓഗസ്റ്റിലാണ് ഫിസിക്സ് പഠിക്കാൻ പോയത്. മൗഗ്ലിക്ക് പിന്നെ എക്കിള് വന്നപ്പോ കെമിസ്ട്രി ക്വാണ്ടം ഡോട്ട് കൂട്ടി ബ്രഷ് ചെയ്തപ്പോ പോയി. സമാധാനം കേട്ടോ. യെസ് അപ്പൊ അതും സെറ്റ് അല്ലേ. ഇനി സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ജോൺ ഫോസെ, നോർവേക്കാരനാണ്. അവരുടെയൊക്കെ പിന്നെ എന്താണ് രാജ്യങ്ങളൊക്കെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കണേ. മൗഗ്ലി ഫ്രാൻസുകാരനാണ്, ലൂയിസ് സീബ്രസ് USA കാരനാണ്, എക്കിബോവ് റഷ്യക്കാരനാണ്. എല്ലാം കൊടുത്തിട്ടില്ലേ? ഉണ്ട് കേട്ടോ. ട്യൂണീഷ്യ, ഹംഗറി, ഫ്രാൻസ് വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും കൂട്ടത്തിൽ എന്ത് ചെയ്യാം, അതും കൂടി ഒന്നേ വായിച്ചു പോകണേ കേട്ടോ. ഇനി സാഹിത്യത്തിനുള്ളത് ജോൺ ഫോസെ ഒരാളെ ഉള്ളൂ അല്ലെ, രക്ഷപ്പെട്ടു. നിശബ്ദരാക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകിയ അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങളും സാഹിത്യ രചനകളും പരിഗണിച്ചാണ് പുരസ്കാരം. ആദ്യ നോവൽ ഏതാണ്? റെഡ് ആൻഡ് ബ്ലാക്ക് എന്നുള്ളതാണ് കേട്ടോ. റെഡ് ആൻഡ് ബ്ലാക്ക്. മറ്റു കൃതികളെ സെപ്റ്റോളജി, ബോട്ട് ഹൗസ, മെലങ്കളി, ആലീസ് അറ്റ് ദി ഫയർ, എ ഷൈനിങ് ട്രിലജി. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം എന്താണ്? ജോൺ ഫോസെ. ഓക്കെ നോബൽ പുരസ്കാരം സാഹിത്യത്തിനുള്ളത് ജോൺ ഫോസെ. അതിന് കൂടൊന്നും ഇല്ലാതെ കിട്ടൂലേ? ഓക്കെ ജോൺ ഫോസെ കേട്ടോ. ഫോ കേട്ടോ, എല്ലാം ഓ ആണ്. സാഹിത്യത്തിനുള്ള പുരസ്കാരം ജോൺ ഫോസെ. ഒറ്റൊരാളാണെങ്കിൽ പിന്നെ കോഡിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും അല്ലെ. യെസ് ജോൺ ഫോസെ എന്ന് പഠിച്ചു നോക്കാം. ഫോസെ കേട്ടോ, ജോൺ ഫോസെ. ഓക്കെ യെസ് അപ്പോ എന്താണ്? നിശബ്ദരാക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകിയ അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങളും സാഹിത്യ രചനകളും പരിഗണിച്ചാണ് പുരസ്കാരം എന്ന പോയിന്റും പഠിച്ച് വെക്കാം. കൃതികളും ഒന്ന് വായിച്ചു നോക്കിയേ. സെറ്റല്ലേ? യെസ് അപ്പൊ ഇത്തരത്തില് നമുക്ക് കോഡുകളും മറ്റും ഒക്കെ ആയിട്ട് പരീക്ഷ വരെ, UP പരീക്ഷ എന്നായിരുന്നു? ജൂൺ 6 അല്ലേ? സോറി ജൂലൈ 6 അല്ലേ? ജൂലൈ 6 ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. പിന്നെ തിരുവനന്തപുരത്തെ പരീക്ഷ ജൂലൈ 27 ഉണ്ട്, അത് സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ അങ്ങനെ പിന്നെ
പരീക്ഷകളെ പടപട. അപ്പൊ ജൂലൈ 6 ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീരീസ് ഓഫ് ക്ലാസ്സുകളെ നമ്മൾ ചെയ്തത്. പിന്നെ ഒക്ടോബറിൽ നടക്കുന്ന പരീക്ഷ വരെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിനുള്ളിൽ പിന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് വേണ്ടി വേറൊരു സബ്സ്ക്രിപ്ഷനും വേണ്ട കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അത് സെറ്റ് കേട്ടോ. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ 7510116655 എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. നിങ്ങളെ കൂട്ടുകാരോട് പറയാം. CPO ജൂണിൽ ഉണ്ട് അല്ലെ, പരമാവധി ജൂണിൽ തന്നെ നമ്മൾ കവർ ചെയ്ത് തീർക്കാം. CPO ജൂണിന്റെ ഡേറ്റ് എന്നായിരുന്നു? ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ അല്ലെ? യെസ്, എന്നായിരുന്നു CPO ഡേറ്റ്? CPO ആകുമ്പോഴത്തേക്കും ടോപ്പിക് വൈസ് റിവിഷൻ എത്രത്തോളം എത്തും? യെസ്, ജാസിർ CPO ഡേറ്റ് എന്നായിരുന്നു? ജാസിർ CPO എഴുതുന്ന ആളാണ് അല്ലെ? യെസ്, 29. അപ്പൊ സമയമുണ്ട്. ജൂണിൽ തുടങ്ങിയാലും ടോപ്പിക് വൈസ് റിവിഷൻ 1 മാസത്തോളം നമുക്ക് സമയം കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് CPO ആണ് കേട്ടോ. യെസ്, അപ്പൊ അതൊക്കെ അല്ലേ? ജോൺ ഫോസെ പഠിച്ചു വെക്കണേ. യെസ്, ഇനി സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം. പൈസ. ഇപ്പൊ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളവർ ആരാണ്? ഗോൾഡ് ഉള്ളവരാണ്. ക്ലോഡിയ ഗോൾഡിൻ കേട്ടോ. അപ്പൊ സമ്പത്തെ ഗോൾഡിൻ എന്ന് പഠിച്ചു വെക്കാം. അമേരിക്കക്കാരനാണ്. തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യമുണ്ടെന്നതിനെ സംബന്ധിച്ച് ഗവേഷണത്തിനാണ് പുരസ്കാരം. ഓക്കെ, തൊഴിൽ മേഖലയിലെ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യമുണ്ടെന്ന് എന്നതിനെ സംബന്ധിച്ച ഗവേഷണത്തിനാണ് പുരസ്കാരം എന്ന് പഠിച്ചു വെക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ 3ാമത്തെ വനിതയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ 3ാമത്തെ വനിതയാണ് ആര്? ഗോൾഡിൻ. വനിതയാണ് കേട്ടോ, ക്ലോഡിയ ഗോൾഡിൻ കേട്ടോ. യെസ്, 1.1 കോടി സ്വീഡിഷ് ക്രോണയാണ് പുതുക്കിയ നോബൽ തുക. ഓക്കെ, 1.1 കോടി സ്വീഡിഷ് ക്രോണയാണ് പുതുക്കിയ നോബൽ സമ്മാനത്തിന്റെ തുക. അത്രയാണ് കേട്ടോ, 1.1 സ്വീഡിഷ് ക്രോണ എന്ന് പറയുമ്പോ പിന്നെ ഇന്ത്യൻ റുപ്പി എത്രയാവും? യെസ്, നോബൽ പ്രൈസ് മണി ഇൻ ഇന്ത്യൻ റുപ്പി നോക്കാം. സ്വീഡിഷ് ക്രോണയാണ്. $1.1 കോടി സ്വീഡിഷ് ക്രോണയിലാണ് പറയുന്നത്. യെസ്, 8.1 ക്രോർ ഇന്ത്യൻ റുപ്പിയാണ് കേട്ടോ. യെസ്, 9,86,000 US$, അല്ലെങ്കിൽ 8.1 കോടി ഇന്ത്യൻ റുപ്പിയാണ് സമ്മാന തുക. അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുന്നത് സ്വീഡിഷ് ക്രോണയിലാണ്. 1.1 സ്വീഡിഷ് കോടി 1.1 കോടി സ്വീഡിഷ് ക്രോണയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ എന്ന് പഠിച്ചു വെക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരം നേടിയ 3ാമത്തെ വനിതയാണ്. തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യമുണ്ടെന്ന് സംബന്ധിച്ച ഗവേഷണത്തിനാണ് പുരസ്കാരം എന്നും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പേര് പറയുന്ന നോബൽ സമ്മാനം ഒന്നും കൂടി സെറ്റ് ആക്കിയാലോ? കമന്റ് ബോക്സിൽ ചറബറ എന്ന് പറഞ്ഞ ആൻസർ പറയണേ. ഓക്കെ, യെസ്. അപ്പോ 2023 വൈദ്യശാസ്ത്രത്തിൽ എത്ര പേർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്? എത്ര പേർക്ക് നോബൽ സമ്മാനം ലഭിച്ചു ചോദിച്ചു കഴിഞ്ഞാല് 3 പേർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? സോറി, 3 പേർക്കല്ല, 2 പേർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? വൈസ്മാനും. ഓക്കെ, നമുക്കൊന്ന് കണ്ടു തന്നെ പോകാം. വൈസ്മാനും കരിക്കോയും കേട്ടോ. ഫുൾ നെയിം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. ഡ്രൂ വെയ്സ്മാൻ ആൻഡ് കാറ്റലിൻ കരിക്കോ. ഓക്കെ, എന്തിനെതിരെ? കോവിഡിനെതിരെയുള്ള വാക്സിന്റെ ഫലപ്രദമായ കണ്ടുപിടുത്തത്തിൽ അല്ലെ. ഇനി ഭൗതിക ശാസ്ത്രത്തിൽ എത്ര പേർക്ക് നോബൽ സമ്മാനം ലഭിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 പേർക്കാണ് അല്ലെ. അന്ന ഫ്രാൻസിലേക്ക് ഓഗസ്റ്റ് മാസത്തിലാണ് ഫിസിക്സ് പഠിക്കാൻ വേണ്ടിട്ട് പോയത്. യെസ്, ആ പേരുകൾ പിറെ അഗസ്റ്റോണി, ഫെറങ്ക് ക്രൗസെ, അന്നെ ഹുയിലർ. ഓക്കെ, ഇലക്ട്രോൺ ഡൈനാമിക്സ് വരാം, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ കണ്ടുപിടിച്ചതിന് വരാം, പ്രകാശ സ്പന്ദനങ്ങൾ എടുത്ത് ചോദിക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കണം കേട്ടോ. കോഡ് മാത്രം ഓർത്താൽ പോരാ. ഇനി രസതന്ത്രത്തിൽ ഭയങ്കര രസമായിട്ടാണ് നമ്മൾ പഠിച്ചത്. മൗഗ്ലി എക്കിൾ വന്നു. ഓക്കെ, എന്താണ്? പിന്നെ കെമിക്കലും ക്വാണ്ടം ഡോട്ടുകളൊക്കെ ചേർത്തിട്ട് ഒരു ബ്രഷ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? എക്കിൾ മാറി. യെസ്, അപ്പൊ മൗഗ്ലി, ബ്രസ്, എക്കിമോവെ എന്നുള്ളത് ഓപ്ഷനകത്ത് നിന്ന് കണ്ടുപിടിക്കണം. ക്വാണ്ടം ഡോട്ട് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം സമാധാനം. NM നർഗീസ് മുഹമ്മദി എന്ന് നമ്മൾ പഠിച്ചു. ഇറാൻ മാധ്യമ പ്രവർത്തകയാണ് എന്ന് നമ്മൾ പഠിച്ചു. സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവാരാണ്? ജോൺ ഫോസെ കേട്ടോ. സാഹിത്യം
പിന്നെ ജോൺ ബോസെ എന്ന് പഠിച്ചു വെക്കാം. നിശബ്ദരാക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകിയ അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങളും സാഹിത്യ രചനകളും പരിഗണിച്ചാണ് പുരസ്കാരം എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. സമ്പത്ത് പിന്നെ ഗോൾഡ് ഉള്ള ആൾക്കാണുള്ളത്. എത്ര കോടി രൂപയാണ് സമ്മാനത്തുക എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നോബൽ സമ്മാനം സെറ്റല്ലേ? സെറ്റല്ലേ? നോബൽ സമ്മാനം സെറ്റല്ലേ? യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ നമ്മളെ കിൻഫ്രയുടെ ആദ്യത്തെ സ്പൈസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. എവിടെയാ കിൻഫ്രയുടെ ആദ്യത്തെ സ്പൈസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ കിൻഫ്രയുടെ ആദ്യത്തെ സ്പൈസ് പാർക്ക് നിലവിൽ വന്നത്? യെസ്, അതെവിടെയാ? അതേ ഇടുക്കിയിലാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? തുടങ്ങനാടാണ് എന്ന് നമ്മൾ പഠിച്ചു. കേരളത്തിലെ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസം ഏകീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? അത് ഖാദർ കമ്മീഷനാണ് എന്ന പോയിന്റ് നമ്മൾ പഠിച്ചു. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തെറ്റൂല, MT വാസുദേവൻ നായരാണ് എന്ന് നമ്മൾ പഠിച്ചു. സെറ്റല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റ് 2023 നടന്നത് എവിടെയാണ്? അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റ് നടന്നത് എവിടെയാണ്? യെസ്, കാലിഗ്രാഫി ഫെസ്റ്റ് നടന്നത് കൊച്ചിയിലാണോ, കുമരകത്താണോ, കോഴിക്കോടാണോ? യെസ്, കാക്കനാടാണ്. എവിടെയാ കാലിഗ്രാഫി ഫെസ്റ്റ് നടന്നത്? യെസ്. ഓക്കെ, കാലിഗ്രാഫി ഫെസ്റ്റ് നടന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊച്ചിയാണ് എന്ന് പഠിച്ചു കേട്ടോ. കൊച്ചിയാണ്, കാക്കനാടല്ല, കൊച്ചിയുടെ കൊച്ചി അവിടെ എവിടെയാണ് നടന്നത്? കൊച്ചിയിലാണ് കേട്ടോ കാലിഗ്രാഫി ഫെസ്റ്റ്. എറണാകുളം, കൊച്ചി എന്ന് പഠിച്ചു. മാലിദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് മുയിസു മാമുമു കേട്ടോ. മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു മാമുമു എന്ന് പഠിച്ചു നോക്കാം. മാമുമു കേട്ടോ, മാമുമു മുഹമ്മദ് മുയിസു. ഓക്കെ, യെസ്. അപ്പൊ ചൈനയുടെ സഹായത്തോടെ തെക്കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ അതിവേഗ റെയിൽവേ ജക്കാർത്ത ബന്ദൂങ് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിലാണ് ആദ്യത്തെ ചൈനയുടെ സഹായത്തോടെ തെക്ക് കിഴക്കൻ മേഖലയിലെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ അതിവേഗ റെയിൽവേ വന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജക്കാർത്ത ബന്ദൂങ് ഇന്തോനേഷ്യ എന്ന് പഠിച്ചു കേട്ടോ. റൂട്ട് ഇതാണ്, ജക്കാർത്ത ബന്ദൂങ് എവിടെ? ഇന്തോനേഷ്യ. ആരുടെ സഹായത്തോടെ? ചൈനയുടെ സഹായത്തോടെ. അവിടെ വന്ന ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിന്റെ പേരേതാ? വുഷ്. ബുള്ളറ്റ് ട്രെയിനിന്റെ പേര് പോലെ തന്നെ വുഷ് കേട്ടോ. ബുള്ളറ്റ് ട്രെയിൻ ആണ് വുഷ്. ചൈനയല്ലേ വുഷ്. ജക്കാർത്ത ബന്ദൂങ് രണ്ട് സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിച്ചത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിദാത്തോ ആണ് എന്നും അക്കൂട്ടത്തിൽ എന്ത് ചെയ്യാം? ഒന്ന് വായിച്ച് പോവാം. ഓക്കെ, അപ്പൊ ചൈനയുടെ സഹായത്തോടെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ അതിവേഗ റെയിൽവേ വന്നത് ജക്കാർത്ത ബന്ദൂങ് ഇന്തോനേഷ്യയിലാണ്. ചൈനയുടെ സഹായത്തോടെയാണ് വന്നത്. ബുള്ളറ്റ് ട്രെയിനിന്റെ പേര് വുഷ് എന്നും പഠിച്ചു കേട്ടോ. ഇതാണ് ബുള്ളറ്റ് ട്രെയിൻ. യെസ്. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫിലിപ്പൈൻസ് ഇവർ തമ്മിലുള്ള നാവികാഭ്യാസത്തിന്റെ പേര് സമ. ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും ഈ സഖ്യത്തിന്റെ പങ്കാളികളാണ്. വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ഇന്ത്യ ഇല്ലാത്തതുകൊണ്ട്, എന്നാലും ഒന്ന് വായിച്ചു പോവാം കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഫിലിപ്പൈൻസും നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരാണെന്ത്? സമ. ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും സഖ്യരാജ്യങ്ങളും ഇതിൽ പങ്കാളികളാണ്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫിലിപ്പൈൻസ് എന്നിവർ നടത്തിയ നാവികാഭ്യാസമാണ് സമ. ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും സഖ്യരാജ്യങ്ങളും ഇതിൽ പങ്കാളികളാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ചു. സെറ്റാണോ? യെസ്, സമ കേട്ടോ. സമ. അപ്പോ നമ്മുടെ മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആരാ? മുഹമ്മദ് മുയിസു. മാലിദ്വീപിൽ നിന്ന് ക്ലാസ് കാണുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ ക്ലാസ്സിൽ കേട്ടോ. മാലിദ്വീപുകാർക്ക് ഒരാൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തു കൊടുത്തായിരുന്നു കഴിഞ്ഞ ദിവസം. അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലാണ്.
സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആളെ നമ്മൾ ഇനി മറക്കാൻ പാടില്ല. ആരാ? ക്ലോഡിയ ഗോൾഡിൻ അല്ലെ? ക്ലോഡിയ ഗോൾഡിൻ എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. ഓക്കെ, യെസ്. ഇനി ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലെ ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പഠിച്ചു കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അലർജിക്ക് മരുന്നെടുക്കുന്ന പോലെയാണ്. അതായത് റെഗുലറായിട്ട് കഴിച്ചില്ലെങ്കിൽ അതെന്താണ്, അലർജി മാറൂല അല്ലെ? യെസ്, അലർജിക്ക് മരുന്ന് കുടിക്കുന്നവർക്ക് അറിയാം അല്ലെ? അത് നിർത്താൻ പറ്റൂല. അത് ഡെയിലി റെഗുലറായിട്ട് കുടിക്കണം. അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ അറിയാം അല്ലെ? അത് റെഗുലറായിട്ട് കുടിച്ചില്ലെങ്കിൽ ആകെ ഡിസോർഡർ ആവും. അപ്പൊ എന്താണ്, മുങ്ങാതെ കൃത്യമായിട്ട് എന്നും പഠിക്കുക. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയും കുറെ കാര്യങ്ങൾ പഠിക്കാൻ നല്ലത് ഒരു വ്യക്തത ഉണ്ടാവില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് അലർജിയുടെ മരുന്ന് കുടിക്കുക എന്നുള്ളതാണ് എന്നും ക്ലാസ്സിൽ വരിക. ഇനി അഥവാ വന്നില്ലെങ്കിലും അതിന്റെ പിന്നെ റെക്കോർഡഡ് ക്ലാസ്സോ PDF നോക്കി പഠിച്ച് സെറ്റായിട്ടേ അടുത്ത ക്ലാസ്സിൽ 7:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ വരാൻ പാടുള്ളൂ കേട്ടോ. യെസ്, അപ്പൊ അതെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്ലാസ്സിലൊക്കെ നല്ല ആൾക്കാരുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ 7:30ക്ക് ഒന്ന് എണീക്കണ്ടേ അല്ലെ? യെസ്, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ്യും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഒന്ന് മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനൊക്കെ നല്ല സുഖമായിരിക്കും. യെസ്, അപ്പോ 7:30ക്ക് പൊങ്ങണ്ടേ എന്നുള്ള രീതി വേണ്ട. ജീവിതകാലം മൊത്തം സുഖമായി കിടന്നുറങ്ങാനുള്ള ഒരു 3 മാസം 2.5 മാസം മാത്രമാണ് ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് അല്ലെ? ജീവിതകാലം മൊത്തം നമുക്കങ്ങ് സുഖിക്കണം എന്ന് പറയാറില്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു 2.5-3 മാസം കുറച്ച് ഉറക്കൊഴിച്ചാലോ കുറച്ച് സ്ട്രഗിൾ ചെയ്താലോ ബുദ്ധിമുട്ടിയാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അതിനു വേണ്ടി മാനസികമായിട്ട് തയ്യാറെടുക്കുക. എല്ലാ ദിവസവും ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യയാണ് പിന്മാറിയത്. അത് നടക്കുന്നത് ഈജിപ്തിലായിരുന്നു. ഓക്കെ, യെസ്. അപ്പോ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ക്ലാസ്സിലെ ഉഷാറാവുന്നത് ഇവിടെ നിന്നാണ്. പക്ഷെ എത്രയെത്ര ചപ്പാത്തികൾ ഞാൻ കരിച്ചിരിക്കുന്നു, എത്രയെത്ര ദോശകൾ ഞാൻ അടി പിടിപ്പിച്ചിരിക്കുന്നു, സാമ്പാറുകളൊക്കെ എത്ര എണ്ണം അടി പിടിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെയും കൂടെ ശ്രദ്ധിക്കുക, പണിയെടുക്കുന്ന ആളുകൾ അല്ലെ, വീട്ടിലുള്ളവർ പട്ടിണിയാവണ്ട. അപ്പൊ ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറിയ രാജ്യം ഇന്ത്യയാണ്. നടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്താണ് എന്നും പഠിച്ചു കേട്ടോ. 2024 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ചൈനയുടെ ചന്ദ്രദൗത്യം ചാങ് 6. നമ്മൾ ചന്ദ്രയാനൊക്കെ ഫുള്ള് പഠിച്ചിട്ട് പോയിട്ട് ചിലപ്പോ PSC ഇതായിരിക്കും ചിലപ്പോ ചോദിക്കുക. 2024 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ചൈനയുടെ ചന്ദ്രദൗത്യം ചാങ് 6 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നുള്ള സാമ്പിളുകൾ തിരികെ കൊണ്ടുവരാൻ രൂപകൽപ്പന ചെയ്ത ലാൻഡറാണ് ചാങ് 6ന്റെ ദൗത്യം. ദക്ഷിണ ധ്രുവത്തിൽ നിന്നും സാമ്പിളുകൾ തിരികെ കൊണ്ടുവരാൻ ഇവര് ദക്ഷിണ ധ്രുവത്തിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ടോ? എന്താണെങ്കിലും ദക്ഷിണ ധ്രുവത്തിൽ നിന്നുള്ള സാമ്പിളുകൾ തിരികെ കൊണ്ടുവരാൻ രൂപകൽപ്പന ചെയ്ത ലാൻഡറാണ് ചാങ് 6ന്റെ ദൗത്യം. ചന്ദ്രനിൽ ഇറങ്ങുക, ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ തിരികെ എത്തിക്കുക. യെസ്, അപ്പൊ നമ്മളാണ് ആദ്യം കാല് കുത്തിയത്, അവിടേക്ക് എത്തിക്കുക, ദക്ഷിണ ധ്രുവത്തിൽ എത്തുക എന്നുള്ളതാണ് ചാങ് 6ന്റെ ദൗത്യം അല്ലെ? എന്നിവയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ഈ പ്രക്രിയ ചന്ദ്രന്റെ ഭൂമിശാസ്ത്രപരമായ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നതിന് നിർണായകം. അപ്പൊ അവിടുന്ന് സാമ്പിൾ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ചാങ് 6 കേട്ടോ. ചാങ് 6 ആരുടെയാണ്? ചൈനയുടെ ആണ്. 2024 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ചൈനയുടെ ചന്ദ്രദൗത്യമാണ്. ദക്ഷിണ ധ്രുവത്തിലാണ് അവർ ഇറങ്ങാൻ പോകുന്നത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, സ്പെഷ്യലി പഠിച്ച് വെക്കാം കേട്ടോ. അല്ല, ചന്ദ്രന്റെ ദക്ഷിണത്തിൽ നിന്നുള്ള സാമ്പിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുന്ന് വല്ല സാമ്പിൾ മണ്ണോ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ സാമ്പിൾസ് എടുത്ത് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മളവിടെ കാലുകുത്തി ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അവിടെ നിന്ന് മാന്തി കൊണ്ടുവരാനാണ് കേട്ടോ. ചൈന പിന്നെ എല്ലായിടത്തും നിന്ന് മാന്തലാണ് അവരുടെ ഒരു മെയിൻ ഹോബി. യെസ്, അപ്പോ അത് അങ്ങനെ പഠിച്ചു വെക്കാം. ചാങ് 6 കേട്ടോ, ചാങ് 6 എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്. ഇനി 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് തേജ്. അതിതീവ്ര ചുഴലിക്കാറ്റിന് തേജ് എന്ന പേര് നൽകിയത് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേര് തേജ്. തേജിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഇന്ത്യ.
2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഹമൂൺ. ഹമൂണിന് പേര് നൽകിയ രാജ്യം ഇറാൻ. ചുഴലിക്കാറ്റുകൾ, പല മാസങ്ങളിലുള്ള ചുഴലിക്കാറ്റുകൾ പല സമയത്തായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാം. അവസാനം ജൂൺ ജൂലൈ മാസം റിവിഷനും ചെയ്യാം. ഓക്കെ, അപ്പൊ 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? തേജ്. അതിതീവ്ര ചുഴലിക്കാറ്റിന് തേജ് എന്ന പേര് നൽകിയ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ഹമൂൺ. ഹമൂണിന് പേര് നൽകിയത് ഇറാൻ എന്നും പഠിച്ചു കേട്ടോ. ഹമൂണിന് പേര് നൽകിയത് ഇറാൻ ആണ്. ഇനി 2023 സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്താണ്. കായികമേള നടന്നത് എവിടെയാണ്? കുന്നംകുളത്താണ്. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 3ാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായത് പാലക്കാടാണ്. 3ാം തവണയും ചാമ്പ്യന്മാരായത് കേട്ടോ. അപ്പൊ കഷായം എന്ന പങ്ക്തി ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചോദിക്കാൻ പറ്റുമെന്നറിയില്ല, ഉത്തരം പറയാം. കഷായം എന്ന പങ്ക്തി ആരുടെയാണ്? എസ് സുകുമാരൻ പോറ്റിച്ചേട്ടന്റെയാണ് കേട്ടോ. എസ് സുകുമാരൻ പോറ്റിച്ചേട്ടൻ. അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആയിരുന്നു, ഒപ്പം തന്നെ നർമ്മരസങ്ങൾ എഴുതുന്ന എഴുത്തുകാരനും ആയിരുന്നു അല്ലെ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി തദ്ദേശീയമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് ഓൺലൈൻ വിപണിയിൽ ലഭ്യമാക്കുന്ന കേരള കാർഷിക വകുപ്പിന്റെ ബ്രാൻഡിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കാർഷിക വകുപ്പിന്റെ ബ്രാൻഡിന്റെ പേര് കേരൾ അഗ്രോ എന്ന് പഠിച്ചു നോക്കാം. കേരൾ അഗ്രോ. ഇന്ത്യൻ സേന നിർമ്മിച്ച ആദ്യത്തെ വിവിധോദ്ദേശ യുദ്ധക്കപ്പലിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധോദ്ദേശ യുദ്ധക്കപ്പലിന്റെ പേര് പ്രജന്റ് കേട്ടോ. പ്രജന്റ്. കേരളത്തിലെ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഖാദർ കമ്മീഷൻ ആണെന്ന് പഠിച്ചു നോക്കാം അല്ലെ. R21 മെട്രിക്സ് M എന്ന് പറയുന്നത് എന്തിനെതിരെയുള്ള വാക്സിൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെതിരെയുള്ള വാക്സിൻ ആണ്? മലേറിയക്കെതിരെയുള്ള വാക്സിൻ ആണ്. ആരൊക്കെയാണ് അത് കണ്ടുപിടിച്ചത്? ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്സ്ഫോർഡും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമാണ് അല്ലെ. യെസ്, അത് നമ്മൾ പഠിച്ചു. ഇനി വൈദ്യശാസ്ത്രത്തിലുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് ആർക്കാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ആർക്കാ? വൈദ്യശാസ്ത്രം. യെസ്, കോവിഡ് വന്ന് ക്ഷീണം പിടിച്ചു, വയസ്സനായ ഒരാളെ അദ്ദേഹം കരിക്കിട്ട് കുടിച്ചു അല്ലെ. യെസ്, അത് കിട്ടും അല്ലെ. ഭൗതിക ശാസ്ത്രം ഒന്ന് ഓർത്ത് നോക്കിയേ, കിട്ടുന്നുണ്ടോ? അന്ന ഫ്രാൻസിലേക്ക് ഓഗസ്റ്റിലാണ് പോയത് ഫിസിക്സ് പഠിക്കാൻ. പിന്നെ മൗഗ്ലിക്ക് എക്കള് വന്നപ്പോ എന്താണ്? യെസ്, ബ്രഷ് ചെയ്തു അല്ലെ. കിട്ടൂലേ? കിട്ടുന്നുണ്ടോ? യെസ്. സാമ്പത്തിക ശാസ്ത്രോ? ഗോൾഡിൻ കിട്ടൂലേ? യെസ്. പിന്നെ ജോൺ ഫോസെ സാഹിത്യം പഠിച്ചു നോക്കാം. സമാധാനം നർഗീസ് മുഹമ്മദി എന്ന് കിട്ടുക. നോബൽ സമ്മാനം സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? പറ 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 പറ. യെസ്. അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റ് എവിടെയാ നടന്നത്? കൊച്ചിയിലാണ് നടന്നത് അല്ലെ. ചൈനയുടെ സഹായത്തോടെ തെക്കിഴക്കൻ ഏഷ്യയിൽ ആദ്യത്തെ അതിവേഗ റെയിൽവേയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജക്കാർത്ത ബന്ദുങ്ങിലാണ്, ഇന്തോനേഷ്യയിലാണ്. ബുള്ളറ്റ് ട്രെയിനിന്റെ പേര് ബുഷ് എന്നും പഠിച്ചു വെക്കാം അല്ലെ. യെസ്. പിന്നെ നമ്മുടെ ഇസ്രയേലും ഹമാസ് നടന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറി ഇന്ത്യ എവിടെ നടന്നത്? ഈജിപ്തിലാണ് നടന്നത്. ചാങ് 6 ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെയാണ്. ഏത് ധ്രുവത്തിലാണ് ഇറങ്ങുന്നത്? ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങുന്നത് എന്ന് പഠിച്ചു വെക്കാം. ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? തേജ് ആണ്. അതിതീവ്ര ചുഴലിക്കാറ്റിന് തേജിന് പേര് നൽകിയതാരാ? ഇന്ത്യയാണ്. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റോ ഹമൂൺ ആണ്. ഹമൂണിന് പേര് നൽകിയത് ഇറാൻ ആണ് എന്ന് പഠിച്ചു വെക്കാം. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂര് കുന്നംകുളമാണെന്ന് പഠിച്ചു വെക്കാം. 2023 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 3ാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാലക്കാടാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം കേട്ടോ. യെസ്. അടുത്തതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം കേട്ടോ. ജനീവയിലേക്കുള്ള ഐക്യരാഷ്ട്ര സഭ ഓഫീസിലെയും മറ്റു അന്താരാഷ്ട്ര സംഘടനകളുടെയും ഇന്ത്യയുടെ സ്ഥിരം അംബാസിഡറായി പ്രതിനിധീകരിച്ചത് അരിന്ദം ബാങ്ചി. ജനീവ ഐക്യരാഷ്ട്ര സഭ ഓഫീസിലെയും മറ്റു അന്താരാഷ്ട്ര സംഘടനകളുടെയും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി, ജനീവയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാങ്ചി. എന്നാൽ ഐക്യരാഷ്ട്ര സഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? അത് രുചിത കാംബോജ. PSC LGS പരീക്ഷയ്ക്ക് ചോദിച്ചാണ്.
നമ്മുടെ പരീക്ഷ പിള്ളേർക്കൊക്കെ അത് കിട്ടി. പക്ഷേ PSC ബുള്ളറ്റിൽ PSC തെറ്റിച്ചായിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തു, നമ്മുടെ മാർക്ക് പോയി അല്ലെ, സങ്കടകരമാണ്. യെസ്, പക്ഷേ ഇനി അത് PSC തിരുത്തുന്നു വിചാരിക്കുന്നു. ജനീവയിലേക്കുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിന്ദം ബാഗ്ചി. സ്ഥിരം പ്രതിനിധി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ് രുചിത കാമ്പോ, ഇതാണ് സ്ഥിരം പ്രതിനിധി കേട്ടോ, രുചിത കാമ്പോജെ. ഇത് അരിന്ദം ബാഗ്ചി എന്നും പഠിച്ച് കേട്ടോ. ജനീവയിലേക്കുള്ള ഓഫീസിലേക്കുള്ള സ്ഥിരം പ്രതിനിധിയാണ് അരിന്ദം ബാഗ്ചി. ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രുചിത കാമ്പോജെ എന്നും പഠിച്ച് കേട്ടോ. യെസ്, അപ്പോ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഡെയിലി റെഗുലർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. യെസ്, അപ്പോ നിങ്ങളുടെ കൂട്ടുകാരെ LP UP പരീക്ഷയ്ക്ക് നിങ്ങളെ കൂട്ടുകാർക്ക് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഴ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യാം. മന്ത്ലി വൈസും ടോപ്പിക് വൈസ് കറണ്ട് വൈസും കൂടി ആവുമ്പോൾ എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ വർഷം നമുക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന കൂട്ടുകാരൊക്കെ കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ വർഷം ക്ലാസ്സിൽ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും അടുത്ത വർഷം ജോലി കിട്ടി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ അതിൽ വരുന്ന ക്ലാസ്സുകളായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ. യെസ്, ഓക്കെ. നൈറ്റ് യൂട്യൂബ് ക്ലാസ് അല്ല, 8 മണിക്ക് നമ്മുടെ ആപ്പിലാണ് ക്ലാസ്. ഏഷ്യൻ ഗെയിംസിന്റെ ക്ലാസ് ആപ്പിലാണ് ക്ലാസ് ഉള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് യൂട്യൂബിലും കൂടി എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോ ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറും ഇതേപോലെ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ ക്ലാസ് രാത്രി അല്ല, രാവിലെ 10 മണിക്കുണ്ട്. 199 rupees ആണ് അതിന്റെ ഫീസ് വരുന്നത്. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ 10 മണിക്ക്. ചില ദിവസങ്ങൾ, ചില ആഴ്ചകളിൽ തിങ്കൾ ചൊവ്വയും മാത്രമേ ഉള്ളൂ, കാരണം അത്രയും സമയം നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതില്ല. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കമ്പ്യൂട്ടറും, തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കമ്പ്യൂട്ടറിന്റെ പുതിയൊരു കോഴ്സ് നമ്മൾ ഇന്ന് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ LDSനും അതുപോലെ LDCക്കും പിന്നെ അതുപോലെ തന്നെ LGSനും ഇല്ല, LP UPക്കും ഇല്ല. അപ്പൊ ആവശ്യക്കാർ എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഈ നമ്പറിൽ വിളിക്കാൻ പറയാം. നിങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലെങ്കിലും ഈ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ആരുടെ ബർത്ത്ഡേ? സുജിയുടെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ സുജി, എന്റെ വക. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിലുള്ള എല്ലാ പോയിന്റ്സും പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നാളത്തെ ക്ലാസ്സിലേക്ക് വരാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. LP UPക്കാരെ സ്പോർട്സിൽ ക്ലാസ്സിൽ വരേണ്ടതില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അത് സെപ്പറേറ്റ് ഒരു കോഴ്സ് ആയിട്ട് തന്നെ ചെയ്തത് കേട്ടോ. പക്ഷെ ഇവിടെയുള്ള കുറെ ആളുകളെ LDCക്കും LP UPക്കും പഠിക്കുന്നത് കൊണ്ട് ഈ ബാച്ചിൽ എനിക്ക് ആ ക്ലാസ് എടുക്കാതിരിക്കാൻ പറ്റൂല. ബാച്ചിൽ തന്നെ ഞാൻ അങ്ങനെ LP UPക്കാർക്ക് വേറെ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തത് ആക്ച്വലി. പക്ഷെ LP UP നോക്കുന്നവർക്ക് LDC ഉണ്ട്, അപ്പൊ അവർക്ക് ഇനി വേറെ കോഴ്സ് ഒന്നും വേണ്ട, ഇതിൽ തന്നെ നമുക്ക് എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ചെയ്യാം കേട്ടോ. യെസ്, അപ്പൊ LP UPക്കാരെ സ്പോർട്സിന്റെ കാര്യങ്ങൾ അങ്ങനെ നോക്കണ്ട കേട്ടോ. യെസ്, പിന്നെ PSCയുടെ കാര്യമാണ്. യെസ്, ഞാൻ പഠിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, സിലബസ് അനുസരിച്ച് നിങ്ങൾ നോക്കുക. സിലബസിൽ സ്പോർട്സ് ഇല്ല കേട്ടോ. യെസ്, അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, സി യു, ബൈ.